എല്ലാവർക്കും ടേസ്റ്റ് ആൻഡ് ട്രാവൽ വിത്ത് അസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വിയറ്റ്നാമിലെ രണ്ടാമത്തെ ദിവസമാട്ടോ ഇന്ന്. വിയറ്റ്ജെറ്റ് കാരണം ഞങ്ങളുടെ പ്ലാനുകളൊക്കെ കുളമായ ദിവസം കൂടിയാണ് ഇന്ന്. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഹോച്ചിമിൻ സിറ്റിയിലാണ്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇൻഡിപെൻഡൻസ് പാലസിലേക്കാണ്. ഹോച്ചിമിൻ സിറ്റിയിലെ ചരിത്ര പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഇൻഡിപെൻഡൻസ് പാലസ്. ഇത് റീയൂണിഫിക്കേഷൻ പാലസ് എന്നും പറയപ്പെടുന്നു. 1873 ഫ്രഞ്ചുകാരാണ് ഈ പാലസ് നിർമ്മിച്ചതെങ്കിലും വിയറ്റ്നാമിന്റെ സ്വാതന്ത്ര്യശേഷം ഇത് ഇൻഡിപെൻഡൻസ് പാലസായി അറിയപ്പെട്ടു. ഇൻഡിപെൻഡൻസ് പാലസ് സന്ദർശിക്കാൻ ഒരാൾക്ക് ഏകദേശം 133 രൂപയാണ് എൻട്രി ഫീസ്. ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് നടന്നു. ഉള്ളിലേക്ക് നടക്കുമ്പോൾ പാലസും അതിനു മുന്നിൽ മനോഹരമായ ഒരു വാട്ടർ ഫൗണ്ടെയിനും കാണാം. 30 ഏക്കറോളം വരുന്ന ഒരു വലിയ ഗ്രൗണ്ടിലാണ് ഇൻഡിപെൻഡൻസ് പാലസ് സ്ഥിതി ചെയ്യുന്നത്. 1975 ഏപ്രിൽ 30 വിയറ്റ്നാം സൈനികരുടെ ടാങ്ക് ഇതിന്റെ ഗേറ്റ് ഇടിച്ച് കടന്നതോടെയാണ് വിയറ്റ്നാം യുദ്ധം അവസാനിക്കുകയും വിയറ്റ്നാം സ്വതന്ത്രമാകുകയും ചെയ്തത്. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മുകളിലേക്ക് 4 നിലകളും താഴേക്ക് 2 നിലകളുമാണ് ഇൻഡിപെൻഡൻസ് പാലസിനുള്ളത്. ഇതിൽ 100-ലധികം മുറികളുണ്ട്. ഉള്ളിലേക്ക് കയറിയാൽ ഇടതുഭാഗത്തുള്ളത് സ്റ്റേറ്റ് ബാങ്കറ്റിംഗ് ഹാളാണ്. വലിയ വിരുന്നുകൾ, ഔദ്യോഗിക സ്വീകരണങ്ങൾ, സംസ്ഥാനതല യോഗങ്ങൾ ഇവിടെ നടത്താറുണ്ടായിരുന്നു. ഒരേ സമയം 100-ലധികം ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇതിനുണ്ട്. അടുത്തത് കോൺഫറൻസ് ഹാളാണ്. ഔദ്യോഗിക യോഗങ്ങൾക്കും അന്തർദേശീയ പ്രതിനിധികളുമായുള്ള ചർച്ചകൾക്കുമായി ഉപയോഗിക്കുന്ന ഹാളാണിത്. താഴെ റെഡ് കാർപ്പറ്റും മുകളിൽ മനോഹരമായ ഷാൻഡലിയർ ലൈറ്റുകളും കാണാം. കൂടാതെ ഒരു സ്റ്റേജും കാണികൾക്കായുള്ള ഇരിപ്പിടങ്ങളും ഉണ്ട്. ഇത് ക്യാബിനറ്റ് റൂം. സർക്കാർ യോഗങ്ങളും മന്ത്രിസഭാ ചർച്ചകളും നടന്നിരുന്ന പ്രധാന മുറി. നീണ്ട മീറ്റിംഗ് ടേബിളും അതിനു ചുറ്റും ഇരിപ്പിടങ്ങളും കാണാം. ഇതാണ് പ്രസിഡൻഷ്യൽ റിസപ്ഷൻ റൂം. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രധാന അതിഥികളെ രാഷ്ട്രപതി ഇവിടെ വെച്ചാണ് സ്വീകരിച്ചിരുന്നത്. ഇത് ഇൻഡിപെൻഡൻസ് പാലസിന്റെ 1ാമത്തെ നിലയിലെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇത് ഉപരാഷ്ട്രപതി വിദേശാതിഥികളെയും സർക്കാർ പ്രതിനിധികളെയും സ്വീകരിക്കുന്ന ഔദ്യോഗിക മുറിയാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് അംബാസഡേഴ്സ് ചേംബർ ആണ്. പുതിയതായി നിയമിക്കപ്പെടുന്ന അംബാസഡർമാർ അവരുടെ രേഖകൾ രാഷ്ട്രപതിക്ക് സമർപ്പിച്ചിരുന്നത് ഇവിടെ വെച്ചാണ്. ഇത് 2ാം നിലയിലെ പ്രസിഡന്റിന്റെയും കുടുംബത്തിന്റെയും താമസത്തിനായി ഉപയോഗിക്കുന്ന പ്രൈവറ്റ് അപ്പാർട്ട്മെന്റ്സ് ആണ്. ഇതാണ് പ്രസിഡന്റിന്റെ ലിവിംഗ് റൂം. കുടുംബസമേതം സംസാരിക്കാനും അതിഥികളെ സ്വീകരിക്കാനുമായുള്ള മുറി. പുറത്ത് നടുവിലായി ചെറിയ ഗാർഡനും ഉണ്ട്. ഇതാണ് പ്രസിഡന്റിന്റെ ബെഡ്റൂം. ഇതെല്ലാം പ്രസിഡന്റിന് ഗിഫ്റ്റായി ലഭിച്ചവയാണ്. ഇത് ഫാമിലി ഡൈനിങ് റൂം ആണ്. ഇതാണ് സിനിമ റൂം. പ്രസിഡന്റും കുടുംബവും ചിലപ്പോൾ സർക്കാർ അതിഥികളും ഇവിടെ സിനിമകളും ഡോക്യുമെന്ററികളും കണ്ടിരുന്നു. ഇതാണ് ഗെയിം റൂം. പ്രസിഡന്റും കുടുംബവും വിനോദത്തിനായി ഉപയോഗിച്ചിരുന്ന മുറി.
ഇതാണ് നമ്മൾ നേരത്തെ കണ്ട തിയേറ്റർ റൂമിലേക്ക് സിനിമ പ്രദർശിപ്പിക്കുന്ന പ്രൊജക്ടർ റൂം. ഇപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻസ് പാലസിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ്. ഇവിടെ 2-3 കടകളുണ്ട്. കൂടാതെ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള ഹെലിപാഡും ഉണ്ട്. ഇത് പ്രസിഡന്റിന്റെ ലൈബ്രറി ആണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിറങ്ങി ടാക്സി പിടിച്ചു. പോകുന്ന വഴിയിൽ ഇവിടുത്തെ ഫേമസ് ആയ സൈഗോൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസ് കണ്ടു. ഹോച്ചിമിൻ സിറ്റിയിലെ ഏറ്റവും പഴക്കമുള്ള മനോഹരമായ ഒരു കെട്ടിടമാണിത്. കുറച്ചു ചെന്നപ്പോൾ ഫ്രഞ്ച് കൊളോണിയൽ കാലത്ത് നിർമ്മിച്ച ഓപ്പറ ഹൗസും കണ്ടു. ഞങ്ങൾ ഇറങ്ങിയില്ല, കാരണം ഞങ്ങളിപ്പോൾ പോകുന്നത് ഹോച്ചിമിൻ സിറ്റിയിലെ തന്നെ ഫേമസ് ആയ കഫേ അപ്പാർട്ട്മെന്റ്സിലേക്കാണ്. ഈ കാണുന്ന കെട്ടിടമാണ് കഫേ അപ്പാർട്ട്മെന്റ്സ്. ഇൻസ്റ്റഗ്രാമിൽ ഫേമസ് ആയ ഒരു സ്ഥലമാണിത്. ഈ കെട്ടിടം 1960കളിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കും സൈനികർക്കും താമസിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ്. 2015ഓടെ താമസക്കാർ മാറി. വിവിധ കഫേകൾ, റെസ്റ്റോറന്റുകൾ, ബൊട്ടീക്കുകൾ തുടങ്ങിയവ തുറന്നു. ഇതിൽ മെറാക്കി കഫേയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. 3, 4, 5 എന്നീ നിലകളിലാണ് ഈ കഫേ ഉള്ളത്. ഞങ്ങളുള്ളത് 4ാമത്തെ നിലയിലാണ്. ഈ കട ഇൻസ്റ്റഗ്രാമിൽ ഫേമസ് ആകാനുള്ള കാരണം ഇവിടത്തെ ആംബിയൻസ് ആണ്. ധാരാളം ചെടികളും ലൈറ്റുകളും കൊണ്ട് കട നന്നായി അലങ്കരിച്ചിട്ടുണ്ട്. കൂടാതെ ഈ കടയ്ക്ക് ഒരു ബാൽക്കണിയും ഉണ്ട്. ഇവിടെ ഇരുന്നും ആളുകൾക്ക് ഭക്ഷണം കഴിക്കാം. ബാൽക്കണിയും ധാരാളം ചെടികൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്നാൽ സിറ്റിയിലെ കാഴ്ചകളും കണ്ട് ഭക്ഷണം ആസ്വദിക്കാം. പാഷൻ ഫ്രൂട്ട് സോഡയാണ് ആദ്യം വന്നത്. സാമാന്യം തരക്കേടില്ലാത്ത രുചിയായിരുന്നു. ഈ കൊണ്ടുവരുന്നതാണ് ഇവിടത്തെ മെയിൻ ഐറ്റമായ എഗ് കോഫി. പാലിന് പകരം മുട്ട കൊണ്ടാണ് ഈ കോഫി ഉണ്ടാക്കുന്നത്. ഇത് ടേസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. കുടിക്കുമ്പോൾ മുട്ടയുടെ യാതൊരു രുചിയും തോന്നുകയില്ല. മുട്ട ഇട്ടിട്ടുണ്ടെന്ന് അറിയുക പോലും ഇല്ല. സാധാരണ കോൾഡ് കോഫി കുടിക്കുന്ന പോലെയേ തോന്നും. 2 ആൾക്കും കോഫി ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ആൽമണ്ട് ബട്ടർ ക്വസോങ് ആണ്. ബണ്ണിന് മുകളിൽ അല്പം മധുരവും കുറച്ച് ബദാം പൊടിച്ചതും ഇട്ടിട്ടുണ്ട്. സാധാരണ ബണ്ണ് പോലെ തന്നെ. അടുത്തത് ഞങ്ങൾ പോകുന്നത് ഒരു മാർക്കറ്റിലേക്കാണ്. ഇതാണ് ഹോച്ചിമിൻ സിറ്റിയിലെ ഏറ്റവും പ്രശസ്തവും 100 വർഷത്തിലേറെ പഴക്കവുമുള്ള ബെൻതാൻ മാർക്കറ്റ്. 13,000 സ്ക്വയർ മീറ്റർ ചുറ്റളവിലുള്ള ഒരു വലിയ ഹാൾ സ്റ്റൈൽ ബിൽഡിങ്ങിനുള്ളിലാണ് ഈ മാർക്കറ്റ്. ഇവിടെ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ്, ബാഗ്സ്, ലേഡീസ് ഐറ്റംസ്, ഡ്രസ്, ഭക്ഷണം മുതലായ സകല സാധനങ്ങളും ഇവിടെ ലഭിക്കും. ബാർഗെയിൻ ഷോപ്പിംഗ് ആണ് ഇവിടുത്തെ മെയിൻ. ടൂറിസ്റ്റ് ആണെങ്കിൽ ഇരട്ടി വിലയിൽ കൂടുതലായിരിക്കും ഇവർ പറയുക. നല്ല പോലെ വില പേശുകയാണെങ്കിൽ ആദ്യമേ പറഞ്ഞതിന്റെ പകുതി വിലയ്ക്ക് സാധനം കിട്ടും. ഇവിടെ ധാരാളം ഫുഡ് ഷോപ്പുകൾ ഉണ്ട്. ഞങ്ങൾ കോഫി കുടിച്ചു വന്നതുകൊണ്ട് ഒന്നും കഴിക്കാൻ വാങ്ങിയില്ല. ഇവിടെ വരുമ്പോൾ ക്യാഷ് കയ്യിൽ കരുതി വേണം വരാൻ. മിക്ക കടകളിലും കാർഡ് എടുക്കില്ല. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് മാർക്കറ്റിന്റെ പ്രവർത്തന സമയം. ഇവിടെ ചില ഭാഗങ്ങളിലുള്ള ഡ്രസ്സുകൾക്ക് ഫിക്സഡ് റേറ്റ് ആണ്. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങി. ഇനി പോകുന്നത് റൂമിലേക്കാണ്.
ഇന്ന് ഞങ്ങൾ ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് ദനാങ്ങിലേക്ക് പോവുകയാണ്. ലഗേജ് എല്ലാം എടുത്ത് എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ്. മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോച്ചിമിൻ എയർപോർട്ടിലെ ഡൊമസ്റ്റിക് ടെർമിനലിൽ എത്തി. 4:15 ബോർഡിംഗ് ടൈം. വിയറ്റ്ജെറ്റ് എയറിൻ്റെ ഫ്ലൈറ്റാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഇവിടെ ആളുകൾ ബസ്സിനേക്കാൾ കൂടുതൽ ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നതെന്ന് തോന്നുന്നു. അത്രയും തിരക്കാണ് എയർപോർട്ടിൽ ഉണ്ടായിരുന്നത്. ഏകദേശം 3 മണിയോടെ ചെക്ക് ഇൻ ചെയ്ത് ഉള്ളിലേക്ക് പോയി. ബോർഡിംഗ് പാസിലുള്ള ഫ്ലൈറ്റ് നമ്പർ അല്ല ഞങ്ങൾ ബുക്ക് ചെയ്ത ഫ്ലൈറ്റ്. പിന്നെയാണ് മനസ്സിലായത് ആ ഫ്ലൈറ്റ് ക്യാൻസലായി. വേറെ ഫ്ലൈറ്റിലാണ് ദനാങ്ങിലേക്ക് പോകുന്നതെന്ന്. 4:15 എന്നുള്ള ബോർഡിംഗ് ടൈം 5:50 ആയി. അവിടെയുള്ള ഫ്ലൈറ്റ് സ്റ്റാറ്റസ് സ്ക്രീനിൽ നോക്കുമ്പോഴാണ് ഫ്ലൈറ്റ് ഡിലേ ആണെന്ന കാര്യം മനസ്സിലായത്. അന്വേഷിച്ചപ്പോൾ വേറെയും ചില വിയറ്റ്ജെറ്റിന്റെ ഫ്ലൈറ്റുകൾ 5 മണിക്കൂറോളം ഡിലേ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇനി വിയറ്റ്ജെറ്റിന്റെ ഫ്ലൈറ്റ് കഴിവതും ബുക്ക് ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. 7 മണിയോടെ ബോർഡിംഗ് ആരംഭിച്ചു. 7:45 ആയപ്പോഴാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത്. അങ്ങനെ 1.5 മണിക്കൂർ മാത്രം യാത്ര ചെയ്യേണ്ട ഞങ്ങൾക്ക് നഷ്ടമായത് 3-3.5 മണിക്കൂറാണ്. വൈകിട്ടോടെ ദനാങ്ങിലെത്തി പോകേണ്ട പ്ലാൻ എല്ലാം ക്യാൻസലായി. രാത്രി 11 മണിയോടെ ഞങ്ങൾ ദനാങ്ങിലെ ഹോട്ടലിലെത്തി. ദനാങ്ങിൽ ഞങ്ങൾ ഒരു അപ്പാർട്ട്മെന്റ് ആണ് ബുക്ക് ചെയ്തത്. നല്ല വിശാലമായ ഹോളും കിച്ചണും ഉണ്ട് ഈ മുറിക്ക്. കൂടാതെ ഒരു സ്റ്റോർ റൂമും ബാൽക്കണിയും വാഷിംഗ് മെഷീനും ഉണ്ട്. 1850 രൂപയാണ് ഒരു ദിവസത്തെ വാടക. അങ്ങനെ വിയറ്റ്നാമിലെ 2ാമത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ.